ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് അവരുടെ ഫീലിങ്സ് എന്ന് നമ്മൾക്ക് നോക്കാം. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക എന്ന് വെച്ചാൽ എൻഡിലാണ് ഞാൻ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഓർ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ ഈ സമയത്ത് എംപ്രസ്, ഈ പേഴ്സൻ്റെ എനർജിയിലെ എംപ്രസ് എന്തുകൊണ്ടാണ് 3 ഓഫ് സോഡ്സ്. നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ്. മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് കാണുന്നത്. അതല്ലാച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടായിരിക്കാം നിങ്ങൾ രണ്ടാളുടെയും എനർജി ഹാർട്ട് ബ്രോക്കൺ എനർജി ആയിട്ട് കാണുന്നത്. ഇത് ഈ പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്, സാഡ് ആണ്. ഈ എംപ്രസ് ഇവിടെ കാണുന്നത് അവരുടെ വൈഫായിരിക്കാം ഓർ എൽസ് അവരുടെ മദർ ആയിരിക്കാം. അപ്പോൾ ഇത് എന്തായാലും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഇവിടെ കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണ്? ഓവറോൾ എനർജി, നിങ്ങളുടെ എനർജി 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളും കൺഫ്യൂസ്ഡ് ആണ് ഈ സിറ്റുവേഷനെ കുറിച്ച്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഈ പേഴ്സൺ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നുണ്ടായില്ല, ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ വിഡ്രോ ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ വിട്ട്. അതല്ലാച്ചാൽ വേറെ എനിക്ക് സ്റ്റോറി കിട്ടുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ സൈഡിലായിരുന്നു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ വിട്ടേ. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈ പേഴ്സണിൻ്റെ എന്താണ് കൂടുതലായിട്ട്, നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ പേഴ്സണിൻ്റെ എന്താണ് ഫീലിങ്സ് ഈ സമയത്ത്. ക്വീൻ ഓഫ് കപ്സ്, അവർ നിങ്ങളെ കുറേ മിസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് ക്യാൻസറുടെ എനർജിയാണ്. ഇത് അവരുടെ സൈഡിലാണ് കാണുന്നത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ കുറച്ച് ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. അവർ ഇപ്പോഴും നിങ്ങളെ കുറേ ഒരു പോസിറ്റീവ് വേയിലാണ് കാണുന്നത്. അവരിപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവണം എന്ന് ഹോപ്പ് ചെയ്യുന്നുണ്ട്. ഈ 9 ഓഫ് കപ്സ് എന്താണ്? വേൾഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഒരു പുതിയ ബിഗിനിങ് വേണം ഈ പേഴ്സണിന്. അതുകൊണ്ടാണ് ഇവിടെ വേൾഡ് കാണുന്നത്. ഒരു സെപ്പറേഷൻ ഉണ്ട് ഇപ്പോൾ ഈ സമയത്ത്. ഈ സെപ്പറേഷൻ്റെ എന്താണ് കാരണം? 7 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ആരോ ഒരു കുറേ സ്നീക്കി ബിഹേവിയർ ആണ് ഞാൻ കാണുന്നത്. ആരോ ഇവിടെ മറ്റേ പേഴ്സണെ അറിയിക്കാണ്ട് എന്തോ ഇവിടെ ചെയ്തു ആൻഡ് അത് പുറത്ത് വന്നപ്പോഴാണ് ഈ സെപ്പറേഷൻ ഉണ്ടായി. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ എന്താണ് അവർക്ക് വേണ്ടത്? അവരുടെ ഇൻറ്റൻഷൻസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അവർക്ക് അപ്പോളജൈസ് ചെയ്യണം, അവർക്കൊരു പുതിയ ബിഗിനിങ് വേണം. അപ്പോൾ ഇവിടെ അവരുടെ ഇൻറ്റൻഷൻസ് വെരി ക്ലിയർ ആണ്. അവർക്കൊരു ന്യൂ ബിഗിനിങ് വേണം, ഒരു ന്യൂ സ്റ്റാർട്ട് വേണം. നിങ്ങളുടെ സൈഡിലാണ് ഈ തേർഡ് പാർട്ടി വെച്ചാൽ അവർക്കൊരു അപ്പോളജി നിങ്ങളുടെ സൈഡിന് വേണം, അതുമായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ എന്താണ് ഇൻറ്റൻഷൻസ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾ ആക്ച്വലി ഷുവർ അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. നിങ്ങൾ കുറച്ചൊരു സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സ്റ്റക്കായി ഫീൽ ചെയ്യണത്? ഏത് ഡിറക്ഷനിലാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് അതുകൊണ്ട് നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ ഒരു മുമ്പോട്ട് പോകണോ, ഈ പേഴ്സണ് വേറെ ഒരു ചാൻസ് കൊടുക്കണോ, വേറെ ഒരു പേഴ്സൻ്റെ ഡിറക്ഷനിൽ പോകണോ? അപ്പോൾ ഇവിടെ കുറേ ചോയ്സസ് ഉണ്ടായതുകൊണ്ട് നിങ്ങളും ഷുവർ അല്ല. ക്യാൻസർ എനർജി ഇവിടെ ചാരിയറ്റ്. അപ്പോൾ എന്താണ് ഈ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ബ്ലോക്കേജ്? ഇവിടെ കുറേ ഒരു പാസ്റ്റിനെ കുറിച്ച് റിഗ്രറ്റ്സ് ഉണ്ട് ഇവിടെ. അതാണ് ഇവിടെ ബ്ലോക്കേജ്. നിങ്ങൾ രണ്ടാളും ഓർ എൽസ് മേ ബി ഈ പേഴ്സൺ കുറേ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. പാസ്റ്റിൽ എന്താ അവർ ചെയ്ത വെച്ചാൽ അതിൻ്റെ ബാഗേജ് ഉണ്ട്, അവർക്ക് അതിൻ്റെ ഗിൽട്ട് ഉണ്ട്.
ഈ പേഴ്സൻ്റെ സൈഡിൽ ഹൈറോഫാണ്ട്. അപ്പം നിങ്ങൾ രണ്ടാളും മാരീഡ് ആയിരുന്നു വെച്ചാൽ ഇവിടെ ഒരു ചീറ്റിംഗ് ഞാൻ കാണുന്നുണ്ട്. അതല്ല വെച്ചാൽ മേ ബി അവർ മാരീഡ് ആയിരുന്നു, അവർ നിങ്ങളോട് പറഞ്ഞില്ല, അങ്ങനത്തെയും കേസായിരിക്കാം. അതുമല്ല വെച്ചാൽ ഇതൊരു മാരേജിൻ്റെ പ്രശ്നമല്ല വെച്ചാൽ മേ ബി അവരുടെ ഫാമിലി ഈ റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്തു, അതുകൊണ്ടായിരിക്കും ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യാത്തത്. പക്ഷെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ എന്താണ് ആക്ഷൻ എടുക്കാൻ പോകണത് ഫ്യൂച്ചറിൽ, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും? സൺ അവർ കുറേ ക്ലാരിറ്റി കൊണ്ടുവരേണ്ട നിങ്ങളുടെ ലൈഫിൽ, പറഞ്ഞ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അവർക്ക് ബാലൻസ് ആൻഡ് ഹീലിംഗ് വേണം. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിനെ അവർ ശരിയാക്കാൻ നോക്കും, അവരുടെ പാസ്റ്റ് മിസ്റ്റേക്സിനെ റെക്ടിഫൈ ചെയ്യാൻ നോക്കും. പക്ഷെ അവർ ഈ സമയത്ത് ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. എന്നുവെച്ചാൽ അവർക്ക് എന്തോ ഒരു ഹിൻറ്റ് വേണം നിങ്ങളുടെ സൈഡിൽ നിന്ന്, ഓറൽസ് മേ ബി അവർ ശരിയായ സമയത്തിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്തായിരിക്കും ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിൽ? ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഔട്ട്കം? 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഔട്ട്കം. ഈ 2 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇംബാലൻസസ് ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ രണ്ടാൾക്കും വേണ്ടിയിട്ട് ശരിയല്ലാത്ത സമയമാണ്. പക്ഷേ ഇത് ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. ഈ ഇംബാലൻസ് ബാലൻസ് ഔട്ട് ആവും. പക്ഷെ അത് ഫ്യൂച്ചറിലാണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ കുറച്ചൊരു സമയം എടുക്കും ഇതിനെ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ട്. ആൻഡ് ആ സമയം ശരിയാവുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും, ഓറൽസ് ഈ റിലേഷൻഷിപ്പിനെ റീകൺസൈൽ ചെയ്യാൻ നോക്കും. എന്നുവെച്ചാൽ ഇവിടെ ലവ് ഉണ്ട് രണ്ടാളുടെയും സൈഡിൽ നിന്ന് ഞാൻ കാണുന്നു. മ്യൂച്വൽ ലവ് ആണ്. അപ്പം നിങ്ങളുടെ എന്തായിരിക്കും ഡിസിഷൻ? നിങ്ങളുടെ ഡിസിഷൻ എന്തായിരിക്കും? ഡെവിൽ. നിങ്ങളൊരു അൺഷുവർ ഡിസിഷനിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ക്യാൻസർ. എന്നുവെച്ചാൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യണോ വേണ്ടെന്നാണ് നിങ്ങളുടെ ഡൗട്ട് ഇവിടെ. പറഞ്ഞാൽ നിങ്ങൾ ഷുവർ അല്ല ഈ പേഴ്സണെ കുറിച്ച്. അപ്പം നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ ക്ലിയറായി ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ നിങ്ങൾ കുറച്ചൊരു വിഡ്രോൺ എനർജിയിലാണ്. ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ അത് ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ആ എനർജി അത്ര ഫ്രീ അല്ല, ഓപ്പൺ അല്ല. ഈ പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്തായാലും ഇതൊരു ഇപ്പോഴത്തെ എനർജിയാണ്. മുമ്പോട്ട് പോയിട്ട് ഇത് എങ്ങനെയാണ് ചേഞ്ച് ആവണമെന്ന് നമ്മൾക്ക് നോക്കേണ്ടി വരും. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് റീഡിങ് വേണം വെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ എൻ്റെ വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരും. എന്നുവെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അതൊരു പ്രൈവറ്റ് റീഡിംഗ് ആണ്. അപ്പോൾ അതൊരു പെയ്ഡ് റീഡിംഗ് ആയിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും റെസൊനേറ്റ് ആവണ മാതിരി ഒരു റീഡിംഗ് ആണ്. ഇത് ഇൻഡിവിജ്വൽ റീഡിംഗ് അല്ല. അപ്പോൾ ഇൻഡിവിജ്വൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് വേഗം ബുക്ക് ചെയ്യുക. അത്ര സ്ലോട്ട് സെഷൻസ് ഇല്ല, ബാക്കിയില്ല. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ആൻഡ് ഞാൻ ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ മെസ്സേജ് ചെയ്ത ഉടനെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. ഞാൻ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.